ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു മെഷർമെൻറ്റ് കപ്പൊക്കെ എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ജീരകം ഇടുന്നുണ്ട്. ജീരകം തികച്ചും ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചെരുവിതെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചതച്ചൊന്നും ചേർക്കാൻ നിൽക്കണ്ട, നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ തേങ്ങ എത്രത്തോളം കൂടുതൽ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഗോതമ്പടയ്ക്ക് ടേസ്റ്റും കൂടെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗവും നമ്മൾ ഇതേപോലെ തേങ്ങയും ഉപ്പും പൊടിയും എല്ലാം പാടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ കുറേശ്ശെ ആയിട്ട് നനവ് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചു. നമുക്ക് വെള്ളം പോരാതെ വന്നു. നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവില്ലേ, അതിനൊക്കെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഗോതമ്പട കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ മറിച്ച് നല്ല തിക്കായിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇതാ നമ്മളിത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി പെട്ടെന്ന് നമുക്ക് അട ചുട്ടെടുക്കാനുള്ള പരിപാടികൾ നോക്കിയാലോ. അപ്പോൾ ഞാനിതാ നല്ല കനമുള്ള ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മളൊന്ന് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ്, ഇതായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഞാനിതുപോലെ എണ്ണ തൂവി കൊടുത്തു. ഇനി നമ്മുടെ കൈയൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് മുഴുവനായിട്ടും ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് 2 സ്റ്റൈലിൽ ചെയ്തെടുക്കാം. നമ്മുടെ വാഴയിലയിൽ കുറേശ്ശെ ആയിട്ട് പരത്തിയതിന് ശേഷം കല്ലിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുമിച്ച് നമ്മുടെ മാവിനെ മുഴുവനായിട്ടും ചെറിയൊരു കനത്തിൽ ഇതേപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്ന കല്ലാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ, കൈ വക്കിലൊന്നും തട്ടാതെ നോക്കണേ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു കനത്തിൽ നമ്മുടെ ഗോതമ്പടേനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ സൈഡിൽ കൂടെ കുറേശ്ശെ നമ്മുടെ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ നെയ്യാണോ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിൽ മൊരിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇതിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീയുടെ കാര്യം, അപ്പോൾ നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഒന്നും വെച്ച് കളയരുത്. ഞങ്ങളിവിടെ ചോറൊക്കെ ആയതിന് ശേഷം നമ്മുടെ കനലുള്ള അടുപ്പിലാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്ക് നമ്മുടെ ഗ്യാസിൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമുക്കിതാ ഒട്ടിപ്പിടിക്കാതൊക്കെ മറിച്ചിടാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ സൈഡിൽ കൂടെ കുറേശ്ശെ ആയിട്ട് എണ്ണ ഇതുപോലെ ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിലായതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയം എടുത്തേക്കാം. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റൊക്കെ ധാരാളം മതിയായിരിക്കും. നല്ല മഴയും തണുപ്പൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി 4 മണി പലഹാരമാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഏകദേശം നമ്മുടെ ഗോതമ്പട നമുക്ക് എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗവും നമുക്ക് ഒരുപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. സാധാരണ നമ്മളിതുപോലെ ചെറിയ കോണ് കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആണല്ലോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ എന്നും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.